ഹായ് ഹലോ കാപ്രീസ് ചാനലിൻ്റെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുവാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നന്ദു ആണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ മനസ്സിലാവണമെന്നില്ല. ഒരു വീഡിയോ എന്തായാലും ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ആളെ മനസ്സിലാവുന്നതായിരിക്കും. സോ വാച്ച് ഇറ്റ്. എനിക്കറിയില്ല അമ്മച്ചേ, ഞാനല്ല കളിക്കുന്നത്. പട്ടിയുടെ വോയിസ്, പട്ടി എന്ന് പറയാൻ പറ്റില്ല, ടോണി എന്നാണ് ശരി. പട്ടിയെ വിളിക്കില്ല ഞങ്ങളെ. നല്ലതായിട്ട് വരുന്നു. അപ്പൊ എനിക്ക് 40K ഫോളോവേഴ്സ് ആയി. അപ്പൊ പുള്ളി കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അതൊന്നും ചിന്തിച്ചില്ല. ദൈവം ഇത് കൊച്ചു പിള്ളേർ കാണും. പുള്ളി ഇത്ര പറഞ്ഞുള്ളൂ. എൻ്റെ ഈ മോശ സിറ്റുവേഷനിലും ഞാനൊന്ന് ചിരിച്ചു. അതായത് എനിക്ക് ഒരു ചെറിയൊരു ഇൻസിഡന്റ് കണ്ടപ്പോൾ ഉണ്ടായതാണ്, ഒരു ഡെത്ത് കണ്ടപ്പോൾ ഉണ്ടായതാണ്. അവൻ അവസാനം ആ ഡയലോഗ് പറഞ്ഞു. എന്നാ മയിലാകും. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ആരാന്ന് മനസ്സിലായോ? നിങ്ങൾ ജോലിയല്ലേ? ഡബിൾമാനാ. ഇതാണ് ഡബ്ബർമാൻ. ഇപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും വെച്ചുകൊണ്ട് ഒത്തിരി ഫാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നന്ദു എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു പേരിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾ അറിയുന്നത് ഈ ഒരു ഡബ്ബർമാനെ വെച്ച് തന്നെ ആയിരിക്കും നിങ്ങൾ അറിയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് എന്തായാലും ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആണല്ലോ, പല ആളുകളും പല ഫേമുകളും ചെയ്യുന്നു. ശരിക്കും ഇങ്ങനെ ഒരു പട്ടിയുടെ വോയിസ്, പട്ടി എന്ന് പറയാൻ പറ്റില്ല, ടോണി എന്നാണ് പട്ടിയെ വിളിക്കില്ല ഞങ്ങളെ. ടോണി എന്നാണ് അതിനെ നമ്മൾക്കൊരു സ്നേഹത്തോടെ പേരിട്ടിരിക്കുന്നത്. ടോണിയുടെ ഡബിങ് ചെയ്തിട്ടാണ് ആൾ ഇത്രത്തോളം ഫേമസ് ആയിരിക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിയത്? ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആകും എന്നുള്ള ഒരു തോട്ട് എവിടെ നിന്നാണ് നമുക്ക് വന്നത്? ശരിക്കും ഇതെന്റെ ഒരു പരീക്ഷണമായിരുന്നു. പരീക്ഷണം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളൊരു പരീക്ഷണം. അപ്പൊ ഈ രക്ഷപ്പെടാൻ വേണ്ടി പല പരിപാടികളും നോക്കി. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ആദ്യം ഈ ചാനൽ ചെയ്യുന്നത്, ഡബ്ബർമാൻ എന്ന് പറയുന്ന ചാനൽ ചെയ്യുന്നത് ഒരു ഫുഡ് വ്ളോഗായിരുന്നു. ഫുഡ് എന്ന് പറയാൻ വേറൊന്നുമല്ല, ഈ ജ്യൂസിലെ പരിപാടികൾ. ഇപ്പൊ ജ്യൂസ് പുതിയ, അതായത് നമുക്കൊരു 3000 രൂപയുടെ ഒരു നാരങ്ങുള്ളതിൻ്റെ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു 3000 രൂപയുടെ നാരങ്ങുള്ളം. അപ്പൊ ഞാനത് 300 രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ, കാരണം അത്രയ്ക്ക് ഇതാക്കി സിമ്പിളാക്കി സാധനം. അങ്ങനെ പിന്നെ എൻ്റെ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസുകൾ അങ്ങനെ ചെയ്ത് ഒരു ചാനലാണ് തുടങ്ങിയത്. ആ ജ്യൂസൊക്കെ അവിടെ കിടന്ന് ചെയ്യുമായിരുന്നു. കാരണം ഒന്നും നമുക്ക് വൈറലാകുന്നില്ല, ഒന്നും നമുക്ക് അർഹതപ്പെട്ട ഒന്നും അതിൻ്റെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ നമ്മളതിന് പൈസ പോകുന്നു, മാത്രമല്ല നമുക്ക് റീച്ചും കിട്ടുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്രേ ഉള്ളൂ, അതൊന്ന് വീഡിയോ ഒന്ന് കയറിയാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കലാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങി. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അറിയപ്പെടുത്ത കലാകാരന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ പെർഫോമൻസ് നമുക്ക് ഈ ചാനലിലൂടെ കാണിക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ ചെയ്തിട്ടും നമുക്ക് റീച്ചാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മടുത്തത്. നമുക്ക് ഒരു തരത്തിൽ പോലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ലൈക്കും കയറുന്നില്ല, നമ്മൾ കുറേ ഫോട്ടോ എൻ്റെ അകത്ത് ഇടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്നും നടക്കുന്നില്ല, നമ്മുടെ പരിപാടി വിട്ടു. ഇനി ഒന്നും ചെയ്യണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ രക്ഷപ്പെടുന്നു ഓർത്തു. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പം ഞാനിതുപോലെ വീഡിയോസ് കാണുന്നുണ്ട്, ഇങ്ങനെ ഫണ്ടബ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അന്ന് അതിൻ്റെ അകത്തൊന്ന് പിടിച്ചായിരുന്നു ഓർത്ത്. അങ്ങനെ ഫണ്ടബ് പിടിച്ചു. ആ ഫണ്ടബ് പിടിക്കുന്ന സമയത്തും ഈ ടോണി വന്നിട്ടില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോകൾ കാണുമ്പോൾ അറിയാം എൻ്റെ അത് ടോണി ഇല്ല. ജസ്റ്റ് ഈ നമുക്ക് ചിരിക്കാൻ പോകുന്ന കുറച്ച് ഫൺ വീഡിയോസ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡബ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ, അപ്പോൾ നമുക്ക് ഈ ഫൺ വീഡിയോ തന്നെ റിലേറ്റഡ് ആയിട്ട് വരും, ആനിമൽ റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് റീൽസ് വരും. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് ഈ ടോണീനെ കാണുന്നത്. അതായത് എൻ്റെ ശരിക്കത്തെ പേര് സോഫ എന്നാണ്. അതെ, സോഫ എന്നാണ് അതിൻ്റെ പേര്. ചൈനീസ് ഡോഗാണ്. അപ്പോൾ ആ ഡോഗിനെ കാണുന്നത്, അപ്പോൾ ഇവൻ്റെ കുറേ കളിയും കാട്ടാനെ കാണുമ്പോൾ എനിക്കൊരു ഡോഗുണ്ട്, ബുള്ളറ്റ് എന്നാണ് അവൻ്റെ പേര്. അവനുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നി നല്ല രസമുണ്ടല്ലോ, നമുക്കായാലും തോന്നുന്നത് ഇവൻ ഈ പട്ടിയിട്ട് എന്താ കാണിക്കുന്നതെന്ന് തോന്നിപ്പോവും. അപ്പോൾ അത് പ്രതികരിച്ച് എങ്ങനെ ഇരിക്കും, അന്ന് അതിനൊരു ഡബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സോഫയ്ക്ക് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരൊറ്റ ഡബിങ്ങിന് തന്നെ സംഭവം കയറിക്കൊണ്ട്. ശരിക്കും ഇതിന്റെ ഡോഗിന്റെ ഓണർ വേറെ ആളാണല്ലോ, കൊറിയൻ ഫാമിലി അല്ലേ? ചൈനീസ് ആണ്, ചൈനീസ് ഫാമിലിയാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു അവർ ആ ഒരു വീഡിയോ കണ്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യോ മെസ്സേജ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായോ? അത് ഒരു അനുഭവം ഉണ്ടായി. കാരണം വെച്ചാല് ഈ പുള്ളി ഒരുപാട് പേര് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സെയിം വീഡിയോ എടുത്തിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പുള്ളി എന്തെടുക്കുക, അതിനെല്ലാം കോപ്പറേറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു പേടി, നമ്മളൊന്നും സക്സസ് ആയി വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കോപ്പറേറ്റ് കിട്ടിപ്പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ പുള്ളിക്കൊരു ടെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, നല്ലൊരു ഇന്ത്യനാണ്,
ഞാനിങ്ങനെ ഫൺ വീഡിയോ ആണ്, ഡബ്ബാണ് ചെയ്യുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയും. അന്നേരം പുള്ളി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു, എന്നെ എല്ലാ വീഡിയോയിലും മെൻഷൻ ചെയ്താൽ മതി, അതായത് വീഡിയോ ക്രെഡിറ്റ്സ് പുള്ളിക്ക് കൊടുത്താൽ മതി, നല്ലതായിട്ട് വരുന്നു. അപ്പം എനിക്ക് 40K ഫോളോവേഴ്സായി. അപ്പോൾ പുള്ളി കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മതി നമുക്ക്, അത് കണ്ടത് അന്ന് പിന്നെ അടിപൊളി. പുള്ളിയുടെ ഇതിൽ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടി. പുള്ളി ഞാനിടുന്ന എല്ലാ സ്റ്റോറിയും റീലും എല്ലാം പുള്ളി കാണുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷം. അപ്പൊ ശരിക്കും സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങിയല്ലോ നമ്മൾ ഈ ഒരു, അപ്പൊ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ബാക്ക് സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു സപ്പോർട്ടും, അതായത് ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷപ്പെടണം എങ്ങനെങ്കിലും അതോർത്ത് ചെയ്തതാണ്. അപ്പൊ ടോണിയുടെ വീഡിയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അതിന് കമന്റ്സുകൾ വരാൻ തുടങ്ങി. ടോണി വീഡിയോകൾ ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ്സ് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇച്ചിരി കൂടെ സിമ്പിളായി. എനിക്ക് വേറെ വീഡിയോസ് ഒന്നും തപ്പിപ്പോകേണ്ട ആവശ്യം വന്നില്ല. ടോണിയുടെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ടോണി എന്നുള്ള പേര് തന്നെ നമ്മളൊന്നും പ്രീ പ്ലാൻഡ്, അല്ലെങ്കിൽ ഞാൻ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ഡബ് ചെയ്യണം അങ്ങനെ ഒന്നും അല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നു, നമ്മളെ ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്പ്, അതിനകത്ത് തന്നെയാണ് ഡബ് ചെയ്യുന്നത്. ആ ഫോണിൽ തന്നെയാണ് എല്ലാ പരിപാടിയും. അപ്പൊ അതിൽ ഡബ് ചെയ്ത് പോവാണ്. ഈ ഡബ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വായിൽ എന്താണോ തോന്നുന്നത് അതങ്ങ് വിളിച്ച് പറയുക. അപ്പൊ ഈ പട്ടിക്ക് എന്ത് പേരിടണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പേര് വിളിക്കണമല്ലോ. അങ്ങനെ വിളിക്കണമെന്ന് ഓർത്തപ്പം ഈ ജാക്കി, ജിമ്മി, ബ്രൂണോ അതൊക്കെ കോമൺ ആണ് പട്ടികൾക്ക്. എന്റെ വായിൽ എന്തോ ടോണി എന്നാണെന്ന് വന്നത്. ഞാൻ എന്തായാലും പറയാം, അമ്മ ടോണി കണ്ടു മറിച്ചിട്ടെന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സാധനത്തിൽ അങ്ങ് കയറി പിടിച്ച്. അപ്പൊ അതാണ്. പിന്നെ നമ്മുടെ കോട്ടയം ഭാഷയാണ്. കോട്ടയം ഭാഷയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാന്നുള്ളത്. അത് ടോണിയിൽ ഇച്ചിരിയും കൂടെ നമ്മൾ നീട്ടമാക്കി കൊടുക്കുകയും, പഴയ ആൾക്കാർ പറയുന്ന പോലെ ഇവന് ഭയങ്കര കുഞ്ഞായ്മ, എന്നെ പറയാനെന്ന് പറ, ഇവൻ എന്റെ തലയിലോട്ട് ഇവ കയറി വരും, ഇവന്റെ നെഞ്ച് തിരിവെട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തപ്പോഴാണ് അതിന്റെ ഒരു രസം വന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വേർഡുകളും നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതെങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം? അത് ഞാൻ പറയട്ടെ, എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ ചീത്ത പറയണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു, ആ ഡോഗ് അത്രയ്ക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ ഡോഗ്. അപ്പൊ അവന്റെ വായിന്ന് ആദ്യം വരുന്നത് മൈരേന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് ആ വാക്ക് ഞാൻ ഇട്ടത്, മൈരേന്നുള്ള. പിന്നെ നമുക്കൊരു കോമൺ ആയിട്ട്, എനിക്ക് ശരിയാണ്, കുഞ്ഞു പിള്ളേരൊക്കെ കാണുന്ന വീഡിയോസ് ആണ്. ഞാൻ അന്നേരം അതൊന്നും ചിന്തിച്ചില്ല, ദൈവം ഇത് കൊച്ചു പിള്ളേർ കാണും, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ നമ്മൾ പറയുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് ചിന്തിച്ചു. പിന്നെ ഞാൻ ഓർത്തു എന്താ പറയാ, ഇതിപ്പം കോമൺ ആയിട്ട് തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് എടുക്കേണ്ടവർക്ക് എടുക്കാം, ആ സെൻസിൽ എടുക്കേണ്ടവർക്ക് അത് എടുക്കാം. അല്ലാതെ ഒരു നെഗറ്റീവായിട്ടാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ എടുക്കാം, അത് അവരുടെ ഓപ്ഷനാണ്. പക്ഷെ അത് ഈ കുഞ്ഞുങ്ങൾ കാണുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും, അതായത് വലിയ ചീത്തകളിലേക്കോ അല്ലെങ്കിൽ ഡബിൾ മീനിങ്സിലോട്ടോ പിള്ളേർക്ക് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് പോകാത്തതിന്റെ മെയിൻ കാരണം ഇതാണ്. അതായത് കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ നല്ല മുതിർന്ന ആൾക്കാരുമാണിത് വീഡിയോസ് കാണുന്നുണ്ട്. അതിനെ എല്ലാം ബഹുമാനിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കഴിവേറിന്ന് വിളിക്കുന്നുണ്ട്, മൈരേന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് മനസ്സിലാവും, ഓഡിയൻസിന് മനസ്സിലാവും. അത് അതൊരു കോമഡി രൂപത്തിൽ തന്നെയാണ് എല്ലാ ആളുകളും എടുക്കുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന് കുഴപ്പമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു കുട്ടികളാണ് കൂടുതലും ഫാൻസ് ആയിട്ട് വരുന്നത്. മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ പിള്ളേര്? എന്റെ ദൈവം ഇഷ്ടംപോലെ കുഞ്ഞു പിള്ളേർ, എന്റെ പിള്ളേരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാത് എന്നൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം. 3 വയസ്സുള്ളൊരു കുഞ്ഞ്, അവര് 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞു പിള്ളേര് നമുക്ക് മെസ്സേജ് അയക്കും. അതായത് അവരൊരു കാർട്ടൂൺ ക്യാരക്ടറിനെ പോലാണ് ഈ ഡോഗിനെ കാണുന്നത്, ഇല്ല ഈ ടോണിയെ കാണുന്നത്. അപ്പൊ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ടോണി ഞങ്ങൾ പോവോ കേട്ടോ, ഞങ്ങൾ പോയിട്ട് വരാവേ, സ്കൂളിൽ പോയിട്ട് അംഗൻവാടി പോയിട്ട് വരാമെന്ന്. അപ്പൊ ഞാൻ അതെന്നെ ഭർത്താനോ, നിങ്ങൾ ഒറ്റയ്ക്കാണോ പോകുന്നത്, ഞാൻ എന്നെ കൊണ്ടുപോകത്തില്ലേ, അവിടുന്ന് കഞ്ഞിയും പയറും ഒക്കെ എനിക്ക് വേണം എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ അവർക്ക് അത് ഇച്ചിരി കൂടെ അടുപ്പാ. സ്കൂള് വിട്ട് നേരെ വന്ന് ബാഗ് എടുത്ത ഉടനെ ആദ്യം അവര് ടോണിന്റെ അടുത്തോട്ടാ വരുന്നത്. വന്ന് ഇല്ലെങ്കിൽ എന്നിട്ട് മെസ്സേജ് അയക്കും, ടോണി കഴിച്ചോ, ടോണി എന്തെടുക്കുവാണ്, ടോണി അവൻ എന്തെങ്കിലും ടോണി ചെയ്തോ. അപ്പൊ ഇങ്ങനെയെല്ലാം പിള്ളേരും ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്തായിപ്പോയി, അട്രാക്ട് വീണു. എനിക്കത് ഇഷ്ടമാകാൻ തുടങ്ങി. റബ്ബർമാനില് ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ചിലപ്പം എനിക്കൊരു 90% ആൾക്കാർക്കും റിപ്ലൈ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരെല്ലാം വരുന്നത് അവരുടെ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവരാരും ഇന്നൊരു മോശമായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയമാണ്, ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ടോണിയെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞല്ലോ, സ്ട്രെസ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് കണ്ടു, അങ്ങനെ എന്തെങ്കിലും ഒരാൾക്ക് ഇപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ഒരു മൈൻഡിന് നല്ലൊരു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ലൈഫൊക്കെ എൻഡിങ് ആക്കാൻ പോകുവാണ് എന്നൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ബ്രോയുടെ വീഡിയോ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഇത് കിട്ടി, അല്ലെങ്കിൽ ലൈഫ് മുമ്പോട്ട് പോകണമെന്ന് തോന്നി. അങ്ങനെ എന്തെങ്കിലും മോട്ടിവേഷൻ? തീർച്ചയായിട്ടും. അതായത് എനിക്ക് അന്നൊരു പ്രൗഡ് ഫീൽ തോന്നിയത്,
ഒരു ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു. ആളുടെ ഫാമിലി പ്രശ്നങ്ങളാണ്, ആള് ഡിവോഴ്സ്ഡ് ആണ്, ആളുടെ കുട്ടി ലേഡിയുടെ കൂട്ടത്തിലാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ എന്തോ മൊത്തം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ നിൽക്കുന്ന അവസ്ഥയിൽ പുള്ളി ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി കുറേ നാളായിട്ട് ആ ഒരു ട്രാക്കിൽ ഇങ്ങനെ ഫിനാൻഷ്യലിയും പൊട്ടി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വീഡിയോ കാണുന്നത്. നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ പുള്ളി ഇത്ര പറഞ്ഞുള്ളൂ, എൻ്റെ ഈ മോശം സിറ്റുവേഷനിലും ഞാനൊന്ന് ചിരിച്ചു, എനിക്കൊന്ന് ചിരിക്കാൻ പറ്റി. അപ്പൊ ഞാൻ ശരിയുടെ കഴിവെന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു, ദൈവമേ ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു എന്ന് പറയുമ്പോൾ പുള്ളി എത്ര നാളായിട്ട് ചിലപ്പോൾ ചിരിക്കാതിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കൊന്ന് ചിരിക്കാൻ പറ്റിയെങ്കിൽ. അപ്പൊ ഞാൻ ഓർത്തു ദൈവമേ, അപ്പൊ എനിക്കൊരു പ്രൗഡ് ഫീൽ തോന്നി. അതെനിക്ക് വലിയൊരു അനുഗ്രഹം പോലെ തോന്നി. പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ആളെ മനസ്സിലായിട്ട് അടുത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അത് ഇതുപോലെ തന്നെയാണ്. ഞാൻ കൊച്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പം ഞാൻ കൊച്ചി റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പോകുന്നത് ട്രെയിനും ഞാനും ഇല്ല, ബസ്സും ഞാനും ഇല്ല, വേറെ ആരും അറിയുന്നില്ല. പക്ഷെ ഈ ടോണിയുടെ ഇത് നമ്മളിത് അറിയുന്നില്ല. ഇപ്പൊ ഇത് വൈറലാകുന്നുണ്ട്, ഒരുപാട് പേര് ഏറ്റെടുക്കുന്നുണ്ട്, ഒരുപാട് അങ്ങനൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല. ഞാനിപ്പോൾ എന്താണോ അത് തന്നെയാണ് ഞാൻ. ഇപ്പം അതായത് ഇത് വൈറലായി, ഇത് കുറെ പേര് കാണുന്നുണ്ട് എന്നുള്ളൊരു അങ്ങോട്ട് ഞാൻ വന്നേ ഇല്ല. ആ ഒരു പോർഷനിലേക്ക് ഞാൻ വന്നേ ഇല്ല. ഞാൻ എപ്പോഴും എന്താണോ ഞാൻ പോകുന്നത് അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ബസ് കയറി, ട്രെയിൻ കയറി പോവാണ്. പോകുമ്പോൾ തന്നെ ഓരോരുത്തരും നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി. ടോണിക്ക് ഡബ് ചെയ്യുന്നതല്ലേ, നമ്മുടെ ടോണിയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അടുത്ത് വന്ന് ഇവരെ നമ്മളങ്ങ് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഫോട്ടോ എടുക്കുക, അവരുടെ ഒരാളാണെന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ കൊച്ചി യാത്രയിൽ ഞാൻ പോയി വന്ന് തിരിച്ച് ബസ് വരുമ്പോൾ തന്നെ ഒരുപാട് പിള്ളേർ, അതായത് ഒരു പിള്ളേർ സെറ്റുകൾ ഒരു 6-7 പേര് ആ ബസ് തിരിച്ചു വെച്ചവന്മാര്. അതായത് ആ ബസ് ടോണി ബസ്സിൻ്റെ അകത്ത് കയറി, ടോണി ഉണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞ അവന്മാർ ഭയങ്കര ബഹളം അലമ്പൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ ആ ബസ്സിന്റെ അകത്ത് തന്നെ ഭയങ്കര സന്തോഷം. മറ്റുള്ള ആൾക്കാരെ ഒപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ ടോണിയോ നോക്കുമ്പോൾ ഇവരെല്ലാം എന്നെ വലിയ സംഭവമായിട്ട് കാണുന്നു. അതെനിക്ക് നല്ലൊരു മൂമെന്റ്സ് ഉണ്ടാക്കി. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഫുഡ് മേടിച്ച് തന്നെ അന്ന് ഞാൻ ലുലുമാളിൽ ചെന്നപ്പോൾ ചുമ്മാ ഒരു സ്റ്റോറി ഇട്ട് ആരെല്ലാം ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരെന്നെ കണ്ടു, ഫുഡ് വരെ മേടിച്ച് തന്നു. അത് പിന്നെ തീർച്ചയായിട്ടും ഒന്നും ആവില്ല എന്ന് വിചാരിച്ചെടുത്തുനിന്ന് ആളുകൾ കുറച്ചുപേരെങ്കിലും എത്തി. ഇപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളത്. അപ്പൊ വേറെ ആരെങ്കിലൊക്കെ അനുകരിക്കാറുണ്ടോ? ഇഷ്ടംപോലെ. ആരെയൊക്കെയാണ് ചെയ്യാറുള്ളത്? ഞാൻ ഇതുപോലെ ഞാൻ എൻ്റെ മിമിക്രിയിൽ ചെറുപ്പം തൊട്ടേ ഞാൻ മിമിക്രി ചെയ്യുമായിരുന്നു. അങ്ങനെ കോമഡി ഉത്സവം എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ അജു വർഗീസ്, അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇമിറ്റേഷൻ മുഖേന പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയത്തില്ല, അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അജു വർഗീസിൻ്റെ വോയിസ്, അതുപോലെ തന്നെ വിനയ് ഫോർട്ട്, അങ്ങനെയുള്ള ഇപ്പോൾ ഉള്ള ഷൈൻ ജോക്ക്, അങ്ങനെ കുറേ ആൾക്കാർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്നാ വർത്താനം പറയാം, ടോണിയുടെ സൗണ്ട് അല്ലാതെ എന്റെ പിള്ളേർ കേട്ട് കഴിഞ്ഞാൽ എല്ലാം വിളിച്ച് പറയും കേട്ടോ. മറ്റു കഴിവുകൾ കൂടെ ഉള്ള ആളല്ലേ, ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അജു വർഗീസിന്റെ അജുവിന്റെ ഹൃദയത്തിലെ ആ ഡയലോഗ് എന്തും പറയുന്നത് കുറെ എന്തിനു വിചാരമുണ്ട്. ഇതെല്ലാം വേണം വെക്കൊക്കെ. ഗ്രാൻഡ് വെഡിങ് ആണല്ലോ, ക്യാൻഡി ഫോട്ടോഗ്രാഫി, ട്രഡീഷണൽ വിത്ത് ക്യാൻഡി ഫോട്ടോഗ്രാഫി. എനിക്കൊന്ന് ജിമ്മിൽ പഠിക്കുന്ന മൂട്. എന്നിട്ടുള്ളവരൊക്കെ പോകുന്നതോ ആ ടൗണിലോട്ട്. അവിടെയാണ് AC ഇല്ല, ഫ്രിഡ്ജും ഇല്ല, പുല്ല് ഫാനും ഇല്ല. അവിടെ കുറെ സാരി കൊടുത്ത് അന്മാര് വീർത്ത് പിടിച്ച് സ്റ്റിമ്മത്തിൽ തന്നെ നിപ്പാ. ഇപ്പൊ തള്ളവറങ്ങി കേട്ടില്ലേ, അവര് ചിരിച്ച ഒറ്റ ഫോട്ടോയിൽ നിന്ന്. ഇനി ചിരിക്കാത്തവരെ ചിരിപ്പിക്കാൻ ഞാനെന്താ മോർഫിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ നമ്മുടെ വിനയ് ഫോർട്ടിന്റെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലൈവ് വോയിസ് ആണ് പുള്ളി പറയുന്നത്. സത്യം പറയാ 12 വർഷമായിട്ട് മലയാള സിനിമയിൽ ഞാൻ ഒന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ നന്നായിട്ട് പഠിക്കില്ലായിരുന്നു, സ്പോർട്സിനൊന്നും ഞാൻ കൊള്ളില്ല, ടീച്ചേഴ്സൊക്കെ എന്നെ ഏലിയനൊപ്പനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയും, എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആനുവൽ വെച്ചപ്പോ അവരവനെ വിളിച്ചില്ല, അവരെന്നെ വിളിച്ചു. അവരുടെ ഭാഗ്യം കൊണ്ട് ആ പ്രോഗ്രാമിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഞങ്ങളോട് പറയാന്. നമുക്കിപ്പോ ഈ ജനറേഷന്റെ അനുസരിച്ച് അവരുടെയൊക്കെ ആയിട്ട് ചെയ്തു വരുന്നു. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ നമ്മുടെ സ്കൂൾ കലോത്സവം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ വരുമായിരുന്നു.
എന്താണ് നെക്സ്റ്റ് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ? ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സിനിമയിൽ പണ്ട് തൊട്ടേ സിനിമയായിരുന്നു. ഒരു ആക്ടർ ആണെന്നായിരുന്നു ആഗ്രഹം. അതിൻ്റെ മുതലാണ് നമ്മൾ മിമിക്രി ചെയ്യുന്നതും സ്കിറ്റുകൾ കളിക്കുന്നതും. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതുവരെ നമുക്ക് നമ്മുടെ ആ ഒരു ഫാഷനിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. അത് എന്തായാലും ദൈവം നമ്പുരാൻ അനുഗ്രഹിച്ചത് പറ്റും. ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ അതും എനിക്ക് സംഭവിക്കും. അതിനുവേണ്ടി കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എന്താ പറയുക. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഓഡീഷൻസ് പങ്കെടുക്കാറുണ്ട്. അപ്പം ഇതുപോലെ തന്നെ അതൊരു ദിവസം എത്തിപ്പെടും. ആ എത്തിപ്പെടുന്നോടം വരെ ഞാനിപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മിമിക്രി അതുപോലെ തന്നെ ഇപ്പോൾ സൈഡിൽ നമ്മുടെ ഡബ്ബറുമാനും കൂടെ വന്നപ്പം അതും വലിയ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. പാട്ടൊക്കെ പാടും? പാട്ട് വലിയ രീതിയിൽ പാടുന്നില്ല. എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കൊണ്ട് എഴുതുകയാണ്, അല്ലാതെ വലിയ ശബ്ദമൊന്നുമല്ല. ഫാമിലിയിൽ ഇപ്പൊ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ ഇതൊക്കെ അറിഞ്ഞപ്പോ? അത് ഒരു അനുഗ്രഹിച്ച ഫാമിലിയാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അറിയായിരിക്കും, എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു മൂത്ത മോനാണ് ഞാൻ. അത് പറയുമ്പോൾ തന്നെ അറിയാം എങ്ങനെ വേണമായിരിക്കും എന്ന്. അൺഎംപ്ലോയിഡ് ആണ്. കാരണം ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2 അനിയന്മാരാണ് താഴെ ഉള്ളത്. അച്ഛൻ, അമ്മ, ഞങ്ങൾ അനിയന്മാർ, ഞങ്ങൾ ഇത്ര പേരാണ് ഫാമിലി ഉള്ളത്. രണ്ടാമത്തെ ആള് +2 കഴിഞ്ഞിട്ട് ഇരിക്കുന്നു. ഏറ്റവും ഇളയ ആള് 8ാം ക്ലാസ് ആയതേ ഉള്ളൂ. അപ്പോൾ ഈ അവിടെ നിന്നുകൊണ്ട് ഒരു ജോലി ഇല്ലാത്ത സമയത്ത് നമ്മൾ കയറി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വീട്ടുകാർ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ഇത്രയും ഒരുമാതിരി പ്രായമായി കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്നൊരു പ്രഷർ വരും. പണിക്ക് പോവും, ജോലിക്ക് പോവും, എന്തെങ്കിലും ജോലി നീ നോക്കിപ്പോ എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ ദൈവം അല്ലെങ്കിൽ വീട്ടുകാരെ അനുഗ്രഹിച്ച്, വീട്ടുകാരെ അതുപോലെ തന്നെ എൻ്റെ അമ്മയായാലും അച്ഛനായാലും നല്ല സപ്പോർട്ടാണ് എനിക്ക്. എങ്ങനെയെങ്കിലും നമ്മളൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. അതിനുവേണ്ടി എൻ്റെ മേഖല ഇതായതുകൊണ്ട് നീ ഇതിനു വേണ്ടി തന്നെ ഫോക്കസ് ചെയ്തോ, ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിക്കോ എന്നുള്ളൊരു ബാക്ക് സപ്പോർട്ട് നമുക്ക് ഫാമിലിയിൽ നിന്ന് നന്നായിട്ടുണ്ട്. നമ്മളിപ്പോ ഫാമിലിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഓൾറെഡി ഈ ഒരു ഫാമിലിയിലേക്ക് നമ്മൾ വന്നു. അപ്പൊ എന്തായാലും തുടക്കം വരുന്ന സമയത്ത് നമുക്കൊരു വരുമാനം കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫാമിലിയുടെ അടുത്ത് നിന്ന്, അതായത് ഇപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ജോലിക്ക് എന്തിനെങ്കിലും പൊക്കൂടെ, അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വന്നായിരുന്നോ ആ ഒരു സമയത്ത്? അതെ, ഞാൻ 2016-19 ബാച്ചിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത്. അപ്പം ഈ 19 കഴിഞ്ഞ് നമുക്ക് കോവിഡ് വന്നു. ആ ഒരു സമയമൊക്കെ ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഡിപ്ലോമയ്ക്കും പോയി. അപ്പം നമ്മൾക്ക് ആഗ്രഹിച്ചത് സിനിമയാണ്, അല്ലെ നമ്മുടെ മേഖല ഇതാണ്. ഈ മേഖലയുള്ള ഒരാളും എനിക്കറിയാം, ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ കൃത്യമായത് മനസ്സിലാവും. അങ്ങനെ ഒരു മേഖല നിൽക്കുന്നവർ ഒരിക്കലും ഒരു ജോലി വേറൊരു ജോലി നോക്കി പോകത്തില്ല. പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ജോലിക്ക് പോയി നോക്കണമെന്നൊക്കെ ഞാൻ പലവട്ടം ആഗ്രഹിക്കുമ്പോഴും ആ സമയത്തെല്ലാം ഞാൻ ചിന്തിക്കും, ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ അവിടെ അങ്ങനെ സെറ്റിലാണോ, ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥ വരും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മുറുക്കെ പിടിച്ചു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള രീതിയിൽ ഞാൻ മുറുക്കെ പിടിച്ചു. അങ്ങനെ ഒരു 2019 കഴിഞ്ഞ് ഒരു 20 ആ സമയത്തെല്ലാം കോമഡി ഉത്സവം ഭയങ്കര ഫെയിമായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് എങ്ങനെയെങ്കിലും ആ വേദിയിലൊന്ന് കയറി ചെല്ലാമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചാണ്. അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന ഞാൻ കുറേ ഓഡീഷൻസിന് പോകുന്നുണ്ട്. അവിടെ ഒന്നും ഞാൻ സെലക്ട് ആകാറില്ല. ഞാൻ കരഞ്ഞൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാൻ അങ്ങോട്ടൊന്നും നേടാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സമയം കഴിഞ്ഞ് 2022-23 സമയമാകുന്നതിന് മുമ്പ്, ആ ഒരു സമയം കോവിഡ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ലൈഫിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതായത് നല്ല ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്ന് തെന്നിപ്പോവാന്ന് പറയുന്നത് പോലെ എനിക്ക് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടായി. അപ്പം അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഇപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലായിട്ടില്ല സംഭവം എന്താണെന്ന്. അന്ന് ഞാൻ അനുഭവിച്ചത് ഇച്ചിരി വല്ലാത്തൊരു വേർഷനായിരുന്നു. കാരണം സ്റ്റേജ് ഫിയർ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉള്ള ആൻസൈറ്റി, അതായത് എനിക്ക് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ ഉണ്ടായത്, ഒരു ഡെത്ത് കണ്ടപ്പോൾ ഉണ്ടായതാണ്. അതിൽ തൊട്ട് എനിക്ക് പേടിയാൻ തുടങ്ങിയത്, ഞാൻ മരിച്ചു എന്നുള്ള പേടി. ഇത് മനുഷ്യന് പിന്നീടാണ് മനസ്സിലാകുന്നത് ആൻസൈറ്റി ഡിസോർഡറിലേക്കാണ് ഞാൻ പോകുന്നതെന്ന്. അങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നമ്മളിപ്പം വീട്ടുകാരൊക്കെ പറഞ്ഞ് നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് മരുന്ന് കഴിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നില്ല, പുറത്ത് ആൾക്കാർ നോക്കുമ്പോൾ എന്താണ്, അതേ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, വട്ടായിരിക്കും എന്നേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. ആൻസൈറ്റി ഡിസോർഡർ ആണെന്നൊന്നും അവർ ചിന്തിക്കത്തില്ല. അപ്പം ഞാൻ അതായത് ഞാൻ ഇതുപോലെ തന്നെ വരുമാനം ഇല്ലാത്ത സമയത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ആ നൈറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ വാർഡിനകത്താണ്. അവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ലൈഫ്.
അവിടെ ആയാലും കോഫി കൊടുക്കുക, അവിടുത്തെ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, ഇത് മാത്രമുള്ളായിരുന്നു പരിപാടി. രാവിലെ ആകുമ്പോൾ എനിക്ക് തിരിച്ചു വരാം. അപ്പം രാവിലെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാം, വൈകിട്ട് എനിക്ക് ഈ വർക്കും ചെയ്യാം, ഒരു പാർട്ട് ടൈം പോലെ ചെയ്യാമെന്ന് ഓർത്ത്. അങ്ങനെ എനിക്കൊരു ദിവസം കാലിലൊരു ചെറിയൊരു പ്രാണി കടിച്ചിട്ട് കാലൊന്ന് നീരായി. അപ്പോൾ ആ ഒരു സാധനം ആ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ICUവിൽ കയറ്റി തന്നെ പേടിപ്പിച്ച്, കാല് കീറണമെന്നൊക്കെ പറഞ്ഞ ഒരു പേടിപ്പിച്ച്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരാളെ കൊണ്ട് പെട്ടെന്ന് എമർജൻസി കൊണ്ടുവരിക. പുള്ളി എൻ്റെ തൊട്ട് സൈഡിൽ കിടന്ന് പുള്ളി മരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു തുണി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ സൈഡിൽ നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ കാണാം ഈ സിജിൽ ഇങ്ങനെ പുള്ളി പോകുന്നതെല്ലാം കാണുന്നുണ്ട്. അപ്പം ഞാൻ പുറത്ത് നിന്ന് എൻ്റെ കസിനെ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളി പോയി എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത് അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു, ഞാനൊന്ന് കിടന്നുറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിണീറ്റ്. പിന്നെ ഞാൻ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, പുള്ളിനെ എന്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതെൻ്റെ ആ ഒരു ബോധ മനസ്സിൻ്റെ തോന്നലാണ്. അങ്ങനെ ചിന്തിച്ച് പിന്നീട് ഞാൻ ആ ഒരു ആൻസൈറ്റി ഡിസോർഡറിലേക്കാണ് പോയത്. അങ്ങനെ പോയി എൻ്റെ ഒരു 6-7 മാസം പോയി കിട്ടി. ഞാൻ റൂമിനകത്ത് 6-7 മാസം റൂമിനകത്ത് തന്നെ ഇരുന്നു. അതായത് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വീടാണ് എൻ്റെ കംഫർട്ടബിൾ സോണ്. അതിൽ നിന്ന് പുറത്തോട്ട് ഞാൻ വരത്തില്ല. ഏതെങ്കിലും ഒരു 4-5 ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഇപ്പം ഈ ഇരിക്കുന്ന പോലെ ഞാൻ ഇരിക്കത്തില്ല. എനിക്ക് വിറയ്ക്കും, ഞാൻ ബോധം കെട്ട് താഴെ പോവും. അങ്ങനത്തെ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥ നല്ല ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഈ ട്രാക്ക് തന്നെ പോകാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ ആ ഒരു വേഷത്തോട് നമ്മൾ പോകുന്നില്ലല്ലോ. അവിടെ വന്നു കഴിഞ്ഞ് രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ്, ഉറക്കമില്ല, നേരെ വീട്ടിൽ വരുന്നു, അമ്മയുടെ അടുത്ത് നിന്ന് രാത്രി കുട്ടി വിളിക്കുന്നു. അങ്ങനത്തെയൊക്കെ പരിപാടിയായി പോയി. ഞാൻ തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി. അങ്ങനെ ഞാൻ ഓർത്ത് എല്ലാം പോയി, എല്ലാം നശിച്ചു. എൻ്റെ മിമിക്രി, എൻ്റെ സിനിമ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സിനിമയിൽ പോലും കിട്ടത്തില്ല, ഇല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്നൊരു സമയമായിരുന്നു. അങ്ങനെ പോയി. പിന്നീട് ഞാൻ ഓർത്തു മെഡിസിൻ കഴിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ മെഡിസിനിലേക്ക് പോകാതെ തന്നെ അത് നമ്മുടെ മനസ്സിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇതാണ് കാര്യം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. കുറേ സ്ട്രഗിൾ ചെയ്തു അത് മാറ്റിയെടുത്തെന്ന് പറഞ്ഞാൽ അതിൽ കുറേ ദൈവികതയും വന്നു. ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾക്കൊരു പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ ദൈവത്തെ കൂടുതൽ വിളിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് വേറെ ആരുമില്ല. ഈ ഒരു ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടല്ലോ, ഇതിന്റെ പുറത്ത് വരാൻ ഒരു പരിധിവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോണി ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ടോണി ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് കൂടുതൽ, അതാണ് ഞാൻ പറയാം, അജു വർഗീസ് ഒരു പരോക്ഷമായി ഇതിൻ്റെ അകത്ത് ഇടപെട്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു 40-50 ഫോളോവേഴ്സ് മാത്രമുള്ളായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ചെയ്യത്തേ ഉള്ളൂ, ഒരു സാധനം പോലും ആരും കാണത്തില്ല. അങ്ങനെ ഞാൻ അജു വർഗീസിനെ ഡബ് ചെയ്ത് ഞാനത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പകൽ കിടന്നുറങ്ങി. അപ്പം എനിക്ക് ആൻസൈറ്റിയുടെ കൂടി ഇരിക്കുന്ന സമയത്താണ് ഈ ചെയ്യുന്നത്. ചെയ്ത് കിടന്നുറങ്ങി. ഒരു 3 മണി 4 മണിയായപ്പോൾ ഞാൻ എണീറ്റു. പകൽ തന്നെ എണീറ്റ് ഞാൻ കാണുന്നത് ആ വീഡിയോ വൈറലായി. അതായത് അദ്ദേഹം ആ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി മെൻഷൻ ഇട്ടു. അങ്ങനെ ഈ വീഡിയോ വൈറലായി. ആ വീഡിയോ വൈറലായതിന് ശേഷം വന്നത്, ഇപ്പം എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, എൻ്റെ കസിനാണ് മഹാദേവൻ. അവൻ ഇത് വീഡിയോ കണ്ടിട്ട് അവൻ ഇത് പറയണം, നമുക്കിത് കോമഡി ഉത്സവത്തിലായിട്ട് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവൻ അയച്ചു കൊടുത്തു. ആ കോമഡി ഉത്സവത്തിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ അതായത് ആ ഒരു ആൻസൈറ്റി ഡിപ്രഷൻ ആ പെരയ്ക്കകത്ത് ആ റൂമിൻ്റെ അകത്ത് നിന്നു ഞാൻ പുറത്തിറങ്ങുന്ന ആ സമയത്താണ്. അതിന് മുന്നേ ഞാൻ പല സ്ഥലത്തും പുറത്തിറങ്ങിയിട്ട് ഞാൻ താഴെ വീണ് പോയിട്ടുണ്ട്. തിരിച്ച് വീട്ടിൽ തന്നെ വരും. അങ്ങനത്തെ ഒരു മോശം, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പീക്ക് ലെവലിൽ ഞാൻ പോയി ആൻസൈറ്റിയുടെ. അവിടുന്ന് ഞാൻ കോമഡി ഉത്സവത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ചെയ്യുന്ന ആ നിമിഷവും എനിക്ക് ആൻസൈറ്റി ആയിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നാട്ടുകാരെ അംഗീകരിക്കാൻ തുടങ്ങി, വീട്ടുകാരെ അംഗീകരിക്കാൻ തുടങ്ങി, അതെ, ഓരോരുത്തരും നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങി. അന്നേരം പതിയെ ആൻസൈറ്റിയുടെ ലെവൽ പതിയെ കുറയാൻ തുടങ്ങി. നമ്മൾ എൻഗേജ്ഡ് ആകാൻ തുടങ്ങി ഈ കാര്യങ്ങൾക്ക്. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇതൊരു നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല, ഒന്ന് തലകറങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചത്തുപോത്തൊന്നുമില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയം എടുത്തു ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹീൽ ചെയ്ത് ഒരു പൂർണ്ണാവസ്ഥയിലെത്തി. ആൻസൈറ്റി ഡിസോർഡർ അത് പൂർണ്ണതയായിട്ട് മാറുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഞാനിപ്പോൾ ഓക്കെയാണ്. ശരിക്കും ആളുകളെ മനസ്സറിഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു മെഡിസിൻ അതാണ് ശരിക്കും. തീർച്ചയായിട്ടും. പിന്നെ തേടി ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? അങ്ങനെ തേടി വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ തന്നെ ഞാൻ ചങ്ങനാശ്ശേരി നിൽക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഫോളോവർ ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലോട്ട് വന്നു, എന്നെ കാണാൻ വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി വന്നു. അപ്പോൾ നമ്മളൊരു കാപ്പിയൊക്കെ അടിച്ച് പൊളിച്ച് പോയി.
പിന്നെ ഈ എടത്തോപ്പള്ളിയിൽ വെച്ച് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ ചുമ്മാ ഒന്ന് സ്റ്റോറി ഇട്ടാ, ആള് ഇങ്ങനെ വന്നു എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് നിന്ന് ആള് കൈവോക്കി കാണിച്ച്. ഇപ്പം ഞങ്ങൾ ദൂരെ, ഞാൻ കുറേ ക്രൗഡിൻ്റെ ഇടയ്ക്കാണ്, ഞാൻ കൈവോക്കി കാണിക്കുന്നു, പുള്ളി കൈവോക്കി കാണിക്കുന്നു, അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ടുമുട്ടുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു. അത് എൻ്റെ പ്രൊഫൈലിലുണ്ട്. അതായത് ഞാൻ ചായ പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയതാണ്, നമ്മുടെ പടിയറക്കടവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു കടവിൽ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു ഫാമിലി എന്നെ തിരിച്ചറിഞ്ഞു. അവിടുത്തെ അതിൻ്റെ അമ്മയാണ് തിരിച്ചറിഞ്ഞത്. പുള്ളിക്കാരത്തി പറഞ്ഞു, ടോണിക്ക് ഡബ് ചെയ്യുന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചു ഭയങ്കര ഫാനാന്ന് പറഞ്ഞു എൻ്റെ. അപ്പോൾ അങ്ങനെ കുട്ടിയായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ച് അവനവസാനം ആ ഡയലോഗ് പറഞ്ഞു, എന്നെ അമ്മയില്ലാതെ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, ചേച്ചി കൊച്ചുങ്ങൾ ഇത് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, അവര് വരാ സില്ലിയായിട്ട് അങ്ങ് എടുത്തു, മനസ്സിലായോ? അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ഇത്രേ ഉള്ളൂ, നേരിട്ട് കാണാൻ പറ്റി, ഞങ്ങൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് വരുമാന മാർഗം ഒന്നും ആയിട്ടില്ല എനിക്ക്. നമുക്ക് ഒരു മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. യൂട്യൂബ് ആയാലും റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് പ്രൊമോഷൻ വർക്കുകൾ വരാൻ തുടങ്ങി. അതെനിക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം പുറമേ കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസിന് അതൊരു അരോചകത്വമായിരിക്കാം. കാരണം അവർക്ക് കാണേണ്ടത് ഈ എൻ്റർടൈൻമെൻറ്റ് പരിപാടി, ഫൺ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം അവർ മനസ്സിലാക്കും, കാരണം നമുക്കൊരു വരുമാനം ഇല്ല, അത് ഇങ്ങനെയൊക്കെയാണ് നമുക്കും കിട്ടുന്നത്. അതെൻ്റെ ഓഡിയൻസ് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന ആടാണെങ്കിലും അതൊരു ടോണിയെ വെച്ച് ചെയ്യുന്നത്, ഒരു വട്ടയെ വെച്ച് വരുമാനം ഉണ്ടാക്കുകയാണെന്നൊന്നും ആരും ചിന്തിക്കണ്ട. അതൊരു ഫണ്ണായിട്ട് തന്നെ അങ്ങ് പോട്ടെ, അങ്ങനെ എടുക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നു. എന്തായാലും ഇഷ്ടമുള്ള ഒരാളാണ്. വേറൊരു പെറ്റും കൂടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, നമ്മുടെ ശങ്കരൻ. തീർച്ചയായിട്ടും. ശങ്കരനെ കുറിച്ച് പറയാന്ന് പറയല്, ശങ്കരനെ കിട്ടുന്നത് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് കിട്ടിയതാണ്. വളരെ കുഞ്ഞ് ശങ്കരൻ ഒരു അണ്ണാനാണ് കേട്ടോ, ആദ്യം തന്നെ പറയാം. അപ്പം അവനെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് കിട്ടിയതാണ്. അപ്പൊ അവന് ഞാൻ തന്നെയാണ് അതിന് പാല് കൊടുത്തതും. ഞാനും അമ്മയുടെ അമ്മയും കുഞ്ചു, എൻ്റെ ഏറ്റവും അനിയനാണ് കുഞ്ചു, രണ്ടാമത്തെ ആൾ അനന്തു കേട്ടോ. അപ്പം കുഞ്ചു ആയാലും പിള്ളേർ, കുഞ്ഞാറ്റെന്ന് പറയുന്നൊരു പെങ്ങളുണ്ട്, അച്ഛൻ്റെ അനിയൻ്റെ മോള്. ഇവരൊക്കെയാണ് ഇവനെ നോക്കുന്നത്. അപ്പം നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്താണ് ഇവനെ വളർത്തുന്നത്. അങ്ങനെ വളർത്തി ഒരുമാതിരി ആയി കേട്ടോ. ഒരു 2-3 മാസം പ്രായമൊക്കെ ആയപ്പോൾ തന്നെ ആള് പൂർണ്ണതയിലെത്തി. ഒരു 10-12 ദിവസം എടുത്ത ആളൊന്ന് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ അവസാനം ആള് ഭയങ്കര ആക്റ്റീവായി വീടിനകത്ത്. അവന് ഭയങ്കര സ്വാതന്ത്ര്യമാണ്, നമ്മുടെ ദേഹത്തോടെ കയറുന്നു. അവന് ഭയങ്കര രസമായി. അവനുള്ളപ്പോൾ തന്നെ നമ്മൾ നോക്കിയിരിക്കും അവനെ. അങ്ങനെ അത്ര സന്തോഷമായിട്ട് വളർത്തിയിട്ട് ഒരു ദിവസം അവനെ ഇതുപോലെ ഒരു പൂച്ച മാന്തിയതാണ്. മാന്തി കിട്ടിയപ്പോഴത്തേക്കിനും അന്ന് ഒന്നും കുഴപ്പമില്ല, ഓണാണ് പുള്ളി. പക്ഷെ അന്ന് വൈകിട്ട് അത് ഫുള്ളി ഇൻഫെക്റ്റഡ് ആയിട്ട് പുള്ളി പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ശോകമായിരുന്നു, വീട്ടിലെല്ലാവരും കേട്ടോ, അച്ഛൻ സഹിതം. അമ്മയായാലും ഫോൺ വിളിച്ച്, അമ്മ നമ്മുടെ കൂട്ടിലില്ല, അമ്മ വേറൊരു വീട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര വിഷമമായി. ഞങ്ങളെല്ലാവരും മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയിപ്പോയി. ഞാൻ 2 ദിവസം എടുത്ത് റിക്കവർ ആയി. കാരണം അവനിപ്പോൾ ഞാൻ എൻ്റെ ഐഡിക്ക് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഫോട്ടോ വരെ. കാരണം അത്രയ്ക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ടവനായിരുന്നു ശങ്കരൻ. അപ്പം ഞാൻ കൂടുതലും, പിന്നെ എനിക്ക് ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞു ബുള്ളറ്റ്. അവനും അതുപോലെ തന്നെ, അവനിപ്പോൾ ഒരു 7-8 വയസ്സ് പ്രായമുണ്ട്. ഞാൻ വലിയ പെറ്റ് ലവറൊന്നും അല്ല. ഇപ്പം നമ്മുടെ ടോണിയുടെ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴും ഒരുപാട് ആൾക്കാർ അവരുടെ പെറ്റ്സിൻ്റെ വീഡിയോസും ഫോട്ടോസും എനിക്ക് അയച്ചു തരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് അതിന് ഡബ് ചെയ്ത് കൊടുക്കുക അവർക്ക്. അപ്പം എനിക്ക് മനസ്സിലായി പെറ്റ് ലവേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ഒരു വലിയ പെറ്റ് ലവറൊന്നും അല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോരുത്തരും. അപ്പം എനിക്ക് ശങ്കറിൻ്റെ ഈ വിയോഗം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പെറ്റ്സിനെ ആൾക്കാരെ എങ്ങനെയാണ് ഏറ്റവും നമ്മുടെ ഒരു ഫാമിലി അംഗത്തെ പോലെ തന്നെയാണ് വളർത്തുന്നത്. ഒരുപാട് കുടുംബങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. സത്യം. അതുവഴി ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഒരു പടി ചവിട്ടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഒരു പടി മുന്നോട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഒരു വരുമാനം ആയാലും ടൂണി മുഖേന മേടിക്കാൻ പറ്റി. അതെൻ്റെ ജീവിതത്തിലൊരു പ്ലസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന മേഖലയിലായാലും ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ നന്ദു ഹരീന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തി മറ്റുള്ളൊരിടത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച്, ഞാൻ ഇൻട്രോവേർട്ട് അല്ല, എന്നാലും ഞാൻ ഓക്കെ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ മിമിക്രി ആണെങ്കിൽ ആ പെർഫോമൻസ് ചെയ്യുന്നത് തിരിച്ച് വീട്ടിൽ വരുന്നത് അതിൽ കൊള്ളൊന്നുമില്ല. ആൾക്കാരായിട്ട് കമ്പനി അടിക്കുകയാണെങ്കിൽ അങ്ങനെ ഓക്കെ ആയിട്ട് തിരിച്ചു. പക്ഷെ ഡബ്ബർമാനിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരുടെ അടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ച് സംസാരിക്കുന്നതാണ്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോണി ഇങ്ങനെ കയറി വരും, മനസ്സിലായോ? അപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരുടെ അടുത്ത് ഒരു ഓപ്പണായിട്ട് സംസാരിക്കാനും അവരോട് ഞാൻ കൂടുതലും ആൾക്കാരുമായിട്ട് ഒരു വലിയൊരു എക്സ്ട്രോവേർട്ടായെന്ന് പറയാം.
അങ്ങനെ ആയി. അത് ടോണി മുഖേന എനിക്ക് കിട്ടിയതാ. 6 മുന്നിൽ ഇപ്പം എനിക്ക് ഇങ്ങോട്ട് മെസ്സേജുകൾ അയച്ചിട്ട് എന്നെ ഒന്ന് കഴിവേറിന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട്, ഞാൻ കാണിച്ചില്ലായിരുന്നോ, എന്നെ ഒന്ന് കഴിവേറിന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കും. പുറത്തു നിന്നൊക്കെ ആൾക്കാരെയാണ് അയക്കുന്നത്. അപ്പൊ അവർക്കൊരു സുഖമാണിത്, അവർക്ക് ഒരു സന്തോഷമാണിത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോണി വഴി എന്തായാലും നമ്മുടെ ഡ്രീം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. മാത്രമല്ല ടോണിയുടെ ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ കുട്ടികളും മുതിർന്ന ആളുകളും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ലെവലിൽ എത്രയും പെട്ടെന്ന് തന്നെ ദൈവം എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ കാപ്രീസ് ചാനലിന്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു ദിവസം തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള വേറൊരു ഗസ്റ്റുമായിട്ട് തന്നെ ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പൊ ഇത്ര നേരം എന്നെ കണ്ടോണ്ടിരുന്ന അല്ലെങ്കിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. നീ ആരാണെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നന്ദി. പിന്നെ ഈ ചാനൽ എന്നെ വിളിച്ചേക്ക് വേണം, എന്നെ എന്തിനാണ് വിളിച്ചത്, ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വിളിച്ചതിന്റെ വലിയ നന്ദി. അപ്പത്തെ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും, കണ്ടോണം, സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. സോ സൈനിങ് ഓഫ് ആൻഡ് താങ്ക് യു നന്ദു. ഓക്കെ കഴിവതി അങ്ങനെ വിളിക്കുന്നൊന്നും തോന്നല്ലേ. ഓക്കെ, താങ്ക് യു.